ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് 2025 നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. 2025 നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ക്യൂൻ ഓഫ് കപ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് സോഡ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഫൈവ് ഓഫ് പെൻഡക്കിൾ, ദ ഹാങ്ഡ് മാൻ എന്ന കാർഡ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ്, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് പെൻഡക്കിളാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡാണിത്. സ്റ്റെബിലിറ്റി കാർഡാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആ പേഴ്സണ് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അബൻഡൻസ് ആണ് ഈ ഒരു കാർഡ്. ഓപ്പർച്യൂണിറ്റി ആണ്. പുതിയൊരു ലൈഫാണ് കാണിച്ചു തരുന്നത്. വിക്ടറി ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ പ്രെയർ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ തേർഡ് പാർട്ടി റിമൂവ് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പോസിറ്റീവ് റിസൾട്ട്, ഒരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഫസ്റ്റ് വന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം ഒരു കംഫർട്ടായിട്ട് തോന്നുന്നുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, കാരണം ഇപ്പം നിങ്ങൾ നല്ല രീതിക്കായിരിക്കില്ല പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഒരു കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് തോന്നുന്നുണ്ടാവില്ല. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടാകാം. എന്താണ് ഈ പേഴ്സൻ്റെ ക്യാരക്ടർ ഇങ്ങനെ, അല്ലെങ്കിൽ ഈ പേഴ്സണെ വിശ്വസിക്കാൻ കൊള്ളുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡൗട്ട്സ് കാര്യങ്ങളുണ്ടാകാം. സെൽഫ് ഡൗട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു കംഫർട്ടായി ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്കായാലും ആ പേഴ്സൺ ആണെങ്കിലും ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ, മേ ബി നിങ്ങൾ ഇപ്പം സെൽഫ് ലവിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനത്തെ അതിനെ അങ്ങനെ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ടുണ്ടാകാം. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ടൈം കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കും. അതായത് റിലേഷൻഷിപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള അനുഭവങ്ങൾ വെച്ച് നിങ്ങൾ അതിനു വേണ്ടി ടൈം കളയാതെ നിങ്ങളിലേക്കൊരു ഫോക്കസ് കൊടുക്കുന്നുണ്ടാകാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അതൊരു ഹീലിംഗ് ആണ്. നിങ്ങൾ തന്നെ ഹീലാക്കി എടുക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഹീലിങ്ങിൻ്റെ ടൈമാണ് ഇപ്പോൾ. ആൻഡ് അതേപോലെ ആ പേഴ്സണും ഇപ്പം ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു കർമ്മയിലൂടെ, ഒരു സൈക്കിളിലൂടെ ആ പേഴ്സൺ കടന്നു പോയതുകൊണ്ടായിരിക്കാം മേ ബി നിങ്ങളെ അവോയ്ഡ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ക്യാരക്ടർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ മേ ബി കർമ്മയായിട്ടുള്ള സൈക്കിളിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുടെ ലൈഫിൽ ഒരു സംതിങ് അങ്ങനെയുള്ളൊരു കാര്യം കൊണ്ടായിരിക്കാം. സോ അവർക്കിപ്പം ഹീലിംഗ് ആണ്. ഓക്കെ, അവർ ഇമോഷണലി, നിങ്ങളായാലും അവരായാലും ഇപ്പം ഇമോഷണലി സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. എന്ത് വന്നാലും നേരിടും എന്നുള്ള രീതിയിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് നിങ്ങളടുത്ത് ഇവിടെ ഗൈഡൻസ് തരുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് കാർഡ് വന്നിട്ടുള്ളത് പേജ് ഓഫ് സോഡ്സ് എന്ന കാർഡാണ്. പുതിയ പുതിയ ഐഡിയാസുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഈ പേഴ്സണും ഇത് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ 2025 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കിത് കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് നല്ല രീതിക്ക് ചേഞ്ച് ആകാൻ പോവുകയാണ്. റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് മാത്രമല്ല, റിലേഷൻഷിപ്പിൻ്റെ കണ്ടൻ്റാണ് എടുത്തതെങ്കിലും ഇവിടെ നിങ്ങളുടെ കരിയർ ബേസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ചേഞ്ചുകൾ വരുന്നുണ്ട്. സോ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് അറ്റാച്ച്ഡ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് പോലെ വരികയാണ് ഈ റിലേഷൻഷിപ്പും കരിയറും. ദാറ്റ് മീൻസ് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചില ചക്രകൾ ബ്ലോക്കാണ്. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് ബ്ലോക്കായിരിക്കുന്നതായിരിക്കാം. അതായത് നിങ്ങളുടെ കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്ന ഒരാളായിരിക്കാം. ബട്ട് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് നിങ്ങൾ
എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തുകൊണ്ട്. അപ്പം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ബാക്കിയെല്ലാം റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ബാക്കിയെല്ലാം തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ മാനസികമായിട്ടുള്ള പ്രശ്നം നിങ്ങളെ വളരെയധികം ടോർച്ചർ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ളൊരു ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ചേഞ്ച് പോകുമ്പം എന്താ ഉണ്ടാവുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒരുപാട് നാളായിട്ട് കോണ്ടാക്റ്റ് ഒന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ 2025 നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള അവരുടെ ഒരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻഫർമേഷൻ, മെസ്സേജ്, കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും നാളും നിങ്ങളുടെ ഈ പേഴ്സൺ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല, അവർക്ക് ഹീലിംഗ് ഉണ്ടായിരുന്നില്ല, കംഫർട്ട് ആയിരുന്നില്ല നിങ്ങൾ ഈ പേഴ്സണിൽ. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു ഇയർ കഴിയുമ്പോഴത്തേക്കും അവർ പൂർണ്ണമായിട്ടും ഹീലാകുന്നു, അവർക്ക് ഇമോഷണലി സ്റ്റെബിലിറ്റി വരുന്നു, ആൻഡ് അല്ലാതെയുള്ള സ്റ്റെബിലിറ്റികൾ വരുന്നു. ഈ ബൗണ്ടറി അവർ വിട്ടുകളയാണ്, ബൗണ്ടറി അവർ വെക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആൻഡ് 5 ഓഫ് പെൻഡക്കിൾ എന്ന കാർഡ് വന്നിട്ടുണ്ട്. കരിയർ ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കരിയറിലും നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുകയാണ്, ആ പേഴ്സണും ഒരു ഉയർച്ച ഉണ്ടാവുകയാണ്. ഓക്കെ, മേ ബി അത് അവർക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നെടുക്കുക. അവർക്ക് ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുകയാണ് കരിയർ ബേസ് ചെയ്തുകൊണ്ട്. ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി, ഒരു ജോബിൻ്റെ കാര്യത്തിൽ സ്ഥിരമായിട്ടുള്ളൊരു ജോബ് ഉണ്ടാകുക. സോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ പോവുകയാണ് അവർക്ക്. അങ്ങനെ ഉണ്ടാവുമ്പോൾ തന്നെ നിങ്ങൾ രണ്ടുപേരുടെയും മൈൻഡ് സെറ്റ് ഒരു ഹീലാകുകയാണ് അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ട് പോവുകയാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുകയാണ്, ലൈഫിനെ കുറിച്ചിട്ട് ക്ലാരിറ്റി കിട്ടുകയാണ്. ലൈഫിനെ കുറിച്ചിട്ട് ക്ലാരിറ്റി കിട്ടുന്നത് കൊണ്ട് തന്നെ എല്ലാം റിയലൈസ് ചെയ്യും. ഓക്കെ, ഈ പേഴ്സൺ മെയിനായിട്ടും ഈ പേഴ്സണ് ഒരു ക്ലാരിറ്റി കിട്ടുമ്പം അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്ന സമയത്ത് അവർക്ക് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പ്രശ്നത്തിലൂടെ പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരാൾ മാത്രമാണ് സാക്രിഫൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരാൾ മാത്രമാണ് റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നത്. അത് മറ്റേയാളുടെ ഭാഗത്ത് നിന്ന് ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അതായത് മേ ബി നിങ്ങളായിരിക്കാം എഫേർട്ട് എടുക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ അതിനെ അത്ര കാര്യമാക്കി എടുക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒന്നും തന്നെ ഉണ്ടാവില്ല. നിങ്ങളായിരിക്കും ഇതിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതും അല്ലെങ്കിൽ ഇപ്പോഴും തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളായിരിക്കാം. ബട്ട് ഇവിടെ മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത്, ആ ഒരു സാക്രിഫൈസ് ആയിട്ടുള്ള സ്വഭാവം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഇടയിലെ പ്രശ്നം അത് തന്നെയാണ്. അതായത് കുറച്ച് പ്രിയോറിറ്റി കൊടുക്കുന്നത് അവനവൻ്റെ കാര്യങ്ങൾക്കാണ്. മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം കേട്ടോ, സമയമില്ല എന്നുള്ളത്. അപ്പം അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് കാണുന്നത്. പക്ഷേ 2025 ആകുമ്പോഴത്തേക്കും ആ ഒരു കാര്യമെല്ലാം അവസാനിക്കുകയാണ്. രണ്ടുപേരും ഒരേപോലെ സാക്രിഫൈസ് ചെയ്യും. ഓക്കെ, ആൻഡ് അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പം ലെറ്റ് ഗോ ചെയ്ത് തുടങ്ങിയത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഈ ഇയർ കഴിയുമ്പോൾ തന്നെ നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബാലൻസിൻ്റെ കാർഡാണ്. എഗെയിൻ നിങ്ങൾ ബാലൻസിലേക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പം ബാലൻസ് ആകാൻ ശ്രമിക്കുന്നുണ്ടാകാം, സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാകാം, അതുപോലെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആകുന്നുണ്ടാകാം, പരമാവധി നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം. ഇപ്പമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് പരമാവധി നിങ്ങൾക്ക് എന്താണോ സന്തോഷം ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ മൂവ് ചെയ്ത് പോകുന്നുണ്ടാകാം. സോ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് ഇവിടെ ഒരു ബാലൻസ് വരുന്നത്. ഓക്കെ, ഈ ബാലൻസ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ, അതായത് ഈ പേഴ്സൺ ഇത്രയും നാളും ഒരു സാക്രിഫൈസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് തരുന്നുണ്ടായിരുന്നില്ല, ക്ലാരിറ്റി തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് നാൾ കോണ്ടാക്ട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തായാലും ഒരു കണ്ടിന്യൂസ്ലി ഉള്ള ഒരു കോണ്ടാക്ട് നിങ്ങൾക്ക് 2025 അവരിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇവിടെ എനർജിയുടെ കാർഡ് വന്നിട്ടുണ്ട്. വളരെയധികം അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഒരു നൈറ്റ് ഓഫ് വാൻസ് ആണ്. നിങ്ങൾ വളരെയധികം കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു പേഴ്സൺ ആണ് ഇതെങ്കിൽ, അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ വരുന്ന ഒരു റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ വളരെയധികം അട്രാക്ഷൻ തോന്നുക, ഫിസിക്കലി ഉള്ളൊരു അട്രാക്ഷൻ തോന്നുക. ഓക്കെ, അങ്ങനെയുള്ള അട്രാക്ഷനൊക്കെ ഇവിടെ തോന്നുക കൂടുതലായിട്ടും. അപ്പം നിങ്ങൾക്ക് റൊമാൻസ് എന്ന കാര്യം അവിടെ കൂടുതലായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്. ഇതും ബാലൻസിൻ്റെ കാർഡ് തന്നെയാണ്.
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ, അതായത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. റിലേഷൻഷിപ്പിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. ഓക്കെ, അതായത് ഒരാൾ മാത്രം ബാലൻസ്ഡ് ആകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത്. അതായത് ഒരാൾ ബാലൻസ് അല്ല, ഒരാൾക്ക് റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, അവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല, ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് പറ്റില്ല, അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും എന്നൊക്കെയുള്ളത്. പക്ഷേ ഫ്യൂച്ചറിനകത്ത് ഇവിടെ കാണുന്നത് സ്റ്റെബിലിറ്റി വരും, ബാലൻസ് വരും എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാര്യം ഉണ്ടാകും. സോ ഇവിടെ ക്ഷമയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ക്ഷമയില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമയില്ലാത്ത ഒരാളൊക്കെ ആണെങ്കിൽ എല്ലാത്തിനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കും. ആ ഒരു ബാലൻസിലൂടെ ആ റിലേഷൻഷിപ്പിനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ കണ്ടിന്യൂസ്ലി ഉള്ള ഒരു കോണ്ടാക്റ്റിനെ കാണിക്കുന്നത്. ഓക്കെ, രണ്ടുപേരുടെയും സാക്രിഫൈസ് ഉണ്ടാകും എന്നുള്ളതാണ്, ത്യാഗം ഉണ്ടാകും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു കാര്യത്തിൽ രണ്ടുപേരും ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ മാത്രമേ നല്ല രീതിക്ക് അത് മൂവ് ചെയ്യത്തുള്ളൂ. ഒരാൾ മാത്രം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും. ഇപ്പം നിങ്ങളുടെ പ്രശ്നം അത് ഇവിടെ തന്നെ എങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി വന്നിട്ടുള്ളത് ഫൂൾ കാർഡാണ്. ഇതൊരു പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ്. ഓക്കെ, നിങ്ങൾക്കൊരു പുതിയ തുടക്കം തന്നെയാണ് 2025 എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇനിയും ദിവസങ്ങൾ വൈകിയിട്ടില്ല. സെൽഫ് ലവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ലൈഫിനെ സ്പോയിൽ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ ലൈഫിനെ ഹീൽ ചെയ്തെടുക്കൂ. ഓക്കെ, കാരണം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫ്യൂച്ചർ കിടപ്പുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ട്. അത് നിങ്ങൾ നെഗറ്റീവ് തോട്ട്സിനെ കൊണ്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീനെ കൊണ്ടോ ബ്ലോക്ക് ചെയ്യാതിരിക്കുക. മൂവ് ചെയ്യുക, വളരെ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതായത് ഈ ഒരു പേഴ്സൻ്റെ കാര്യം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾ ചേസ് ചെയ്യുന്നത്, സ്പൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ പുറകാലം ഇങ്ങനെ പോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുക, സറണ്ടർ ചെയ്യുക. ഈ ഒരു ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ ലൈഫിനൊന്ന് ചേഞ്ച് ചെയ്തെടുക്കുക, നിങ്ങളിൽ ഫോക്കസ്ഡ് ആവുക. അപ്പം ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ട്. ഓക്കെ, ആ ഫ്യൂച്ചറിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, അതിനെ സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ പറയണ്ടല്ലോ, ബോട്ടം ഓഫ് ദ ഡെക്ക് പോലും വന്നിട്ടുള്ളത് വിക്ടറി കാർഡാണ്. സോ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഇതാണ്, അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ഓക്കെ, ഡിസിഷൻ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.